പല്ല് കൊണ്ട് കഴിച്ചാണെങ്കിൽ നമ്മുടെ പല്ല് പൊട്ടിയിട്ടുണ്ടാവും, അത്രയ്ക്കും പ്രശ്നമാണ്. എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം എന്നാണല്ലോ പഴഞ്ചൊല്ല്. എങ്ങാനും ഈ എല്ല് കടിച്ചിട്ട് നമ്മുടെ പല്ല് മുറിഞ്ഞു വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളന്ന് ഇടികല്ലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടിക്കല്ല് കൊണ്ട് നമ്മുടെ എല്ലിൽ നിന്ന് ടമാർ പടാർന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ റെസിപ്പി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഏവർക്കും വൺ റൂഫിലേക്ക് സ്വാഗതം. ഞാൻ അബു. അപ്പോൾ നമ്മൾ നാട്ടിൻ്റെ എല്ല് കൊണ്ട് ഒരു കിടിലൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് തമിഴ്നാട്ടിൽ പറയുന്നത് നെല്ലി എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇതിനെ മജ്ജ എന്ന് പറയും, ഇംഗ്ലീഷിന് ബോൺ മാരോ എന്ന് പറയും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. മട്ടൺ കഴുകിയെടുക്കുക. അടിപൊളി. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ മട്ടൻ്റെ ബോണ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിത്തഴ, കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പട്ട ഗ്രാമ്പു പൊടിച്ചത്, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, വളരെ കുറച്ച് പെരുംജീരകം, പിന്നെ പട്ട കറാമ്പു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആട്ടിൻ്റെ ബോൺ വിത്ത് മജ്ജ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആടിൻ്റെ എല്ലിനെ 2ആയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 2ആയിട്ട് മുറിച്ചിട്ട് വേണമെങ്കിലും വാങ്ങാം. നമ്മളൊരു രസത്തിന് മുറിക്കാത്ത പീസാണ് വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. ചതയാതെ മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പ് കൊളുത്താം. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മണ്ണെണ്ണയൊക്കെ വെച്ചിട്ടാണ് അടുപ്പിന് പിടിപ്പിക്കണം. നമ്മുടെ ചട്ടി വെച്ചിട്ട് മട്ടനെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം മട്ടൻ വേവിക്കാനുള്ളത്. മുറിച്ച് വെച്ച മട്ടൻ നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. തീയൊന്ന് കെട്ടുപോയിട്ടുണ്ട്. നമ്മളതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കിയിട്ട് തീ ഹെവിയായി കൊടുത്ത് നമ്മളത് വേവിച്ചെടുക്കണം. ഉള്ളി മുറിക്കാം. ഉള്ളി നമുക്ക് കുഞ്ഞുകുഞ്ഞാണ് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി നമുക്ക് ഇലയിലേക്ക് മാറ്റാം. അടുത്ത് നമുക്ക് പച്ചമുളക് ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. പച്ചമുളക് നമുക്ക് ഇലയിലേക്ക് മാറ്റാം. തക്കാളി മുറിക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. തക്കാളി ഇലയിലേക്ക് മാറ്റാം. ബോണ് വേവിച്ചതിൻ്റെ വെള്ളം കളയാതെ വെക്കണം. അത് നമുക്ക് അവസാനം ആവശ്യമുണ്ട് മസാലയ്ക്ക്. ആട്ടിൻ്റെ ബോണ് നന്നായി വെന്തിട്ടുണ്ട്. ഇറക്കി വെക്കാം. നമ്മുടെ മജ്ജ ഉണ്ടല്ലേ, കിടിലനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പെരിഞ്ചീരകം കൂടാം. അടുത്തത് പട്ട, 5-6 കറാമ്പൂ ഇട്ട് കൊടുക്കുക. അടുത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആകുന്ന വരെ ഇളക്കിയെടുക്കാം. അടുത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ ഇതൊക്കെ നന്നായി വണങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി സെറ്റാക്കി എടുത്തിട്ട് അടുത്ത് നമ്മുടെ മസാല ഐറ്റംസ് എല്ലാതും ഇട്ട് സെറ്റാക്കി എടുക്കാം. നമുക്ക്
മുളക് പൊടി ഇടാം, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോണൊക്കെ എടുത്ത് ഉള്ളി ഇടാം, മസാലയിൽ ഇടാം, നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഇതിനെ വേവിച്ചെടുക്കണമെങ്കിൽ, മസാല സെറ്റാക്കി എടുക്കണമെങ്കിൽ. അപ്പം നമ്മുടെ ബോണ് വേവിച്ചതിൻ്റെ വെള്ളം അതൊഴിച്ചിട്ട് നമ്മളിത് സെറ്റാക്കി എടുക്കാൻ പോവാണ്. ഇതിട്ടിട്ട് നന്നായി ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുത്താൽ മട്ടൻ മജ്ജൻ്റെ പരിപാടി കഴിയും. നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ട് നമുക്കിതിനെ തീ കൂട്ടി തിളയ്ക്കാൻ വിടാം. ഇപ്പം നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അടിപൊളിയായി ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. കുരുമുളക് ഇടുക, എന്നിട്ട് അവസാനം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് സെറ്റാക്കി എടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തത് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതിനെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ പെപ്പർ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാം, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് സെറ്റപ്പ് ചെയ്യുക. ഇടും മണമാണ്, സഹിക്കുന്നില്ല മണത്തിട്ട്. വെളിച്ചെണ്ണൻ്റെ സ്മെല്ലും നമ്മുടെ എല്ലൊക്കെ അങ്ങോട്ട് മൂത്ത് ആ മറ്റേ വെള്ളം മൊത്തം വറ്റി വരണ്ട് കണ്ടില്ലേ. അടി മാത്രം പിടിക്കാതിരിക്കണം. ഓൾമോസ്റ്റ് പക്കമായിട്ട് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം അതിനെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മട്ടൻ മജ്ജ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിച്ചക്കന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അഫ്സൽ മാത്രമേ ഉള്ളൂ. എടുത്ത് കഴിക്കാം അഫ്സലേ. ഇന്ന് അഫ്സൽ മാത്രമേ ഉള്ളൂ. അഫ്സൽ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയട്ടെ അഫ്സലേ. എരിവുണ്ടെങ്കിൽ പറയണം. സന്ധ്യയായി. എന്താ കടിച്ചിട്ട് വരുന്നില്ലേ എനിക്ക്? അതിൻ്റെ മസാലയൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. പക്ഷെ അതിലിത് വേറൊരു സംഭവം ഉണ്ടാകും, എനിക്ക് എന്താണെന്ന് അറിയില്ല. എന്തായാലും മൊത്തത്തിൽ നീ കഴിക്കി. അതെങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ മൊത്തത്തിൽ? ശരി, അപ്പോൾ നീ കഴിക്കി. ഞങ്ങൾ കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മട്ടൻ മജ്ജ അല്ലെങ്കിൽ നെല്ലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഇടിച്ച് കഴിക്കാൻ പോകണം. നമ്മുടെ ഇടികല്ല് കൊണ്ട് എല്ലിനെ ഇടിച്ചെടുക്കണം, വേറെ വഴിയില്ല. കിട്ടും. ഈ പീസ്, ഈ എല്ല് ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇത് മാത്രമായിട്ട് നമ്മൾ കുഴാന്നുണ്ടാവും അല്ലേ, അത് മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് മാറ്റാം. ഇടിയെല്ലാം കൊണ്ട് ഇടിച്ചെടുക്കാം. നല്ല ബലമാണ്. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നമ്മളെങ്ങാനും പല്ല് കൊണ്ട് കഴിച്ചാണെങ്കിൽ നമ്മുടെ പല്ല് പൊട്ടിയിട്ടുണ്ടാവും, അത്രയ്ക്കും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇതെങ്ങനെ എടുക്കുന്നുണ്ട്. ഉണ്ടാ, ഈ മജ്ജ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നൊന്നര കിടിലൻ ഐറ്റമാണ് നമ്മുടെ ഈ മജ്ജ റെസിപ്പി. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടെന്ന്. സാറേ, മട്ടൻ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ മജ്ജനോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടാവും. കുറച്ച് ടെമ്പറുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മെയിൻ ഇറച്ചിയല്ല അന്നത്തെ ഫോക്കസ്, നെല്ലിയായിരുന്നു. നമ്മൾ ഇടിച്ച് കഴിച്ചു. എന്നാലും മസാല എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇറച്ചിനെ നമ്മൾ കഴിച്ചു നോക്കായിരുന്നു. നെല്ലി നമുക്ക് വേറെ രീതിയിൽ എടുക്കാം. ഇങ്ങനെ പാത്രത്തിൽ, ഇത് മൺചട്ടിയാണ്, ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ കൊട്ടിയാൽ കുറച്ച് ഫാസ്റ്റിൽ നമുക്ക് കൊട്ടാൻ പറ്റും. ഇങ്ങനെ കൊട്ടിയിട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഒരു രീതിയിൽ എടുക്കാം. പക്ഷേ ഇത്
ചില സമയത്ത് അങ്ങനെ കിട്ടില്ല. അപ്പോൾ കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ കടിച്ചു പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ഇടികല്ല് വെച്ച് ഇടിച്ചെടുത്ത്. നമ്മുടെ വെളിച്ചെണ്ണ, കുരുമുളക്, അവസാനം എന്താണ് കറിവേപ്പില, ഇതൊക്കെ കൂടി ഇട്ടിട്ട് സാധനം ഒന്നൊന്നര കിടിലൻ ടേസ്റ്റ് പറഞ്ഞാൽ പക്ക വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പം മട്ടൻ നന്നായി ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും മട്ടൻ്റെ നെല്ലി ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. അപ്പോൾ നെല്ലിയും കൂടി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ അടിപൊളി ഒരു റെസിപ്പി ഈ ബോൺ മാത്രമായിട്ട് മേടിച്ച് നല്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഇടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ ഉറിഞ്ചെടുത്ത് കഴിച്ചാൽ ഒന്നൊന്നര ഫീലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ മട്ടൻ മജ്ജ ഫ്രൈ വീഡിയോ അല്ലെങ്കിൽ മട്ടൻ നെല്ലി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കിടിലൻ വ്യത്യസ്തമായ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.